ഓ പിന്നെ ഞാൻ ഓഫീസിൽ ഏത് ഓഫീസെന്നാ? നമ്മളെ പത്രം ഓഫീസേ, അഗ്നിപത്രം. പിന്നെ അതറിഞ്ഞൂടി, എൻ്റെ അടുത്ത ആളല്ലേ. ഓക്കേടാ, ഞാൻ വിളിക്കാം. ഓക്കെ അളിയ എപ്പോഴാ വന്നത്? വാതിൽ തുറന്നാണോ? ഇതെന്തോന്ന് കോലം ഇത്? വാതിൽ തുറന്നു കിടന്നാ? അല്ല, വാതിൽ തുറന്നിരിക്കട്ടെ. എന്തോന്ന് വിളിക്കണത്? ഉടുപ്പിലെന്താന്ന്? അത് ഇളയ ചെറുക്കന്നെ. അവൻ ഇന്നലെ രാത്രി വയ്യാതായി. അപ്പൊ ആശുപത്രിയിൽ പോയി ടോണിക് വാങ്ങിച്ചോണ്ടിരുന്നു. ആണാ? എവിടെയായിരുന്നു ഇന്നലെ രാത്രി? നല്ല കീറിയിട്ടുണ്ടല്ലേ? നീ കണ്ടോ സാധനം? നല്ലതായി ഒളിപ്പിച്ചത് വെറുതെ അവിടെ ഇരിക്കും. എവിടെയായിരുന്നു ഇന്നലെ? എൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ വന്നടാ. അവൻ്റെ ഭാര്യ ഒളിച്ചോടി പോയി. അവൻ 4 വർഷം പുറത്തായിരുന്നു. 4 വർഷം സമ്പാദിച്ചിട്ട് തിരിച്ചു വന്നപ്പം ഭാര്യ വീട്ടിലില്ല. അപ്പം നമ്പർ എടുത്ത് വിളിച്ചു നോക്കി. അപ്പം അവൻ്റെ പറയുന്നു, നിങ്ങൾ 4 വർഷം അവിടെ പോയി ആർമാദിച്ചില്ലേ, ഇന്ന് അതുകൊണ്ട് ഞാനും വേറൊരുത്തൻ്റെ കൂടെ ആർമാദിക്കാൻ പോയി, ഇനി ഇയാളങ്ങ് തിരിച്ച് കയറിപ്പോയിക്കോളാം. ഇതിപ്പോൾ ഒരുപാട് കേസായല്ലേ? അതുകൊണ്ട് അവൻ്റെ കയ്യിലിരിപ്പാണ്. പെണ്ണിനെ കേട്ട് ഇവിടെ ഇട്ടിട്ട് 4 വർഷം അവൻ എന്തൊരു ചിരയ്ക്കാൻ വേണ്ടി അവിടെ പോയത്? ജീവിക്കാൻ വേണ്ടി പോയതല്ലേ അളിയാ? അത് 4 വർഷം ലീവ് വരാത്ത എന്തൊരു ജീവിതോടാ? അതും ശരിയാണ്. അപ്പൊ ആ പെണ്ണിന്റെ ഭാഗത്ത് ന്യായമില്ല. അവളെ നമ്മ കുറ്റം പറയാൻ പറ്റൂല. അവൻ പിന്നെ ഈ 4 വർഷത്തിന്റെ അകത്ത് അവന് വല്ലതും പറ്റിപ്പോയി, ആ പെണ്ണ് എന്ത് ചെയ്യും? വിധവയാവൂലേ? കറക്റ്റ്. അപ്പോൾ വേറെ ഒരുത്തനെ കെട്ടേണ്ടി വരൂലേ? കറക്റ്റ്. അവള് നേരത്തെ പോയി. അതുമല്ല, ഈ ഗൾഫിലും പട്ടാളത്തിലൊക്കെ ഇരിക്കുന്ന ഈ ആണുങ്ങളുണ്ടല്ലോ, അവരെ ഭാര്യമാരെ കറക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട് ഇപ്പം. അത് വിവരമില്ലാത്തവന്മാര്. അവരെയൊന്നും അങ്ങനെ, അതൊക്കെ ജീവിക്കാൻ പോണവർ. അവരെയൊന്നും കുടുംബത്തിൽ കയറി കളിക്കുന്നത് ജന്മത്തിൽ ഗുണം പിടിക്കില്ല. അത് തന്നെ മനസ്സിലായില്ലേ? നീയും സൂക്ഷിച്ചോ. കാരണം നിന്റെ പെണ്ണ് എന്നെ എപ്പോഴും കാണുമ്പോൾ പറയും, ജയേട്ടൻ പഴയതും അല്ല, സ്നേഹമില്ല. എന്തോന്ന് സ്നേഹമല്ലോ? ഞാൻ ആഴ്ചയിൽ 3 ദിവസമാണ് വീട്ടിൽ പോയിട്ട് വരണത്. നാണയില്ലടാ, നാണയില്ലേ? നാട്ടിൽ കിടക്കണം, സ്വന്തം നാട്ടിൽ കിടക്കണം. നീ 3 ദിവസം പെണ്ണിന്റെ വീട്ടിൽ പോകണം. അതെ, എനിക്ക് ജോലിയുണ്ട്. അവിടെ ആ വാഴപ്പണ കിടന്ന് കിളക്കണ. അത് മാത്രമല്ല, എനിക്ക് എപ്പോഴും പെണ്ണുമ്പിള്ളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എന്നെ വിശ്വസിച്ച് കുറച്ച് പിള്ളേരവിടെ കിടപ്പുണ്ട്, അവരെ കാര്യങ്ങളൊക്കെ നോക്കണം എനിക്ക്. എന്നും പറഞ്ഞ് ഭാര്യയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? എല്ലാ കാര്യം ചെയ്തു കൊടുക്കാനാ. പിന്നെ അവള് പറയും പോലെ 5000 രൂപ 10000 രൂപ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ള വരുമാനം ഒന്നും എൻ്റെ ഇല്ല. എടാ, വല്ലപ്പോഴും വീട്ടിൽ പൈസ ഒന്നും അല്ല അവർക്ക് വേണ്ടത്, അവർക്ക് സ്നേഹമാണ് വേണ്ടത്. പൈസ ഇന്നൊരു നാളെ പോകും, പക്ഷേ സ്നേഹമല്ല. എൻ്റെ മെറ്റീരിയൽ നീ പോയി ചോദിച്ചു നോക്ക്. അവളുടെ സാരി, അവളുടെ ബ്ലൗസ്, അവൾക്ക് മീൻ എല്ലാം ഞാൻ കഴുകി കൊടുക്കും, മീൻ മുറിച്ചു കൊടുക്കും, ചമ്മന്തി അരച്ചു കൊടുക്കും. സ്നേഹമാണ് അവർക്ക് വേണ്ട, പൈസയ്ക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ. സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ഈ പണിയൊക്കെ ചെയ്യുന്നത് അതൊക്കെ അവർ ചെയ്യൂലേ? അത് സ്നേഹം കാണിക്കാൻ പിന്നെ എങ്ങനെ കാണിക്കും? സിനിമയിൽ കാണുമ്പോൾ മക്കളെ മോളെ മെറ്റീരിയൽ വാടി എന്ന് പറയാൻ പറ്റുമോ? പിന്നെ അത് സിനിമയല്ലേ ജീവിതത്തിൽ? അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. സിനിമ വേറെ, ജീവിതം വേറെ. നീ എഴുന്നേറ്റ് പോയ, എനിക്ക് പണിയുണ്ട് ഇവിടെ. എന്ത് മോളെ കുത്തിരിക്കുവായിരുന്നോ? ഈ സാധനം കൊണ്ട് നടക്കണം എന്ന് ഞാനൊരു 100 വട്ടം അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതടിക്കുമ്പോ കൊണ്ടു തരലാണ് എന്റെ ഡ്യൂട്ടി. ഞാൻ എന്താ അമ്മാവന്റെ പിയെയോ? ആര് വിളിച്ചത്? വിളിച്ചാരാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കട്ടായി പോയി. വിളിക്ക് തിരിച്ച്. അത് ആൾക്ക് ആവശ്യമുള്ളപ്പോൾ വിളിച്ചോളൂ. എന്നാ പിടി. നമ്മൾ വെറുതെ പൈസ കളയണത്. എന്തോ നീ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കണത്? ഞാനേ നമ്മളെ കൃഷിമന്ത്രിക്ക് ഒരു കത്ത് എഴുതുന്നത്. എന്നെ പോലുള്ള ജൈവ കർഷകർക്ക് ഇവിടെ ഒരു വിലയും ഇല്ല, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നോക്കട്ടെ. പ്രായമുള്ള കൃഷിമാക്രി അറിയും. എന്തോ എഴുതി വെച്ചിരിക്കുന്ന? എടി മോളെ, പ്രായമുള്ള കൃഷിമാക്രി. മാക്രി എന്ന് വെച്ചാ എന്താ? എന്തോ ഇങ്ങനെയൊക്കെ? അങ്ങനെയല്ല, അത് മോക്ക് വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. ഇത് കൂട്ടക്ഷരമാണ്, പഴയ ലിപി, ഞാൻ അന്ന് പഠിച്ചത്. ഇങ്ങനെ കൂട്ടക്ഷരം എഴുതി കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റണ്ടേ അമ്മാവ്? ഇത് മാക്രി പോലും. എന്നാ മോളൊരു കാര്യം ചെയ്യ്, മന്ത്രിക്ക് കൊടുക്കാൻ ഒരു കത്ത് മോൾ എഴുതാ. ഞാൻ ആലോചിക്കാം. ആര് വിളിക്കുന്നു? ഹലോ, ഇത് ജയനാണ്. അപ്പുറത്താരാണ്? പിങ്കി മോളച്ചനാ? സാറിനാണ് സാറേ എൻ്റെ നമ്പർ കിട്ടിയേ. അയ്യോ, സുഖമായിരിക്കുന്നു. പിങ്കി മോൾ നന്നായിട്ടിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല.
ആ ആ ആ ആ എന്തോ സാർ അത് പ്രത്യേകിച്ച് പറയണോ? ഞാൻ നോക്കിക്കൊള്ളാം, ഒരു കുറവും ഉണ്ടാവില്ല. ആ ആ ആ പയ്യനാ? ഇല്ല ഇല്ല സാറേ, അങ്ങനെ ആരും വന്നിട്ടില്ല. ഇല്ല ഇല്ല ആരും വന്നില്ല. ജിത്തുവാ? ഇല്ല അങ്ങനെ ഒരു പയ്യനെ ഇവിടെ വന്നിട്ടില്ല സാറേ. അല്ല അത് സാറേ ഇവിടെ ഞാനൊരു കർഷകനാണല്ലോ. അപ്പം ഞാൻ വാഴയും ഈ കോഴിയും ഈ താറാവൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ കോഴി കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് വിശന്ന് കിടന്ന് കരയുന്നതാണ്. ഓ അല്ല വേറെ ഒന്നുമില്ല. ഇല്ല സാറേ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ധൈര്യമായിട്ടിരിക്കണം. ഓക്കെ സാർ, ശരി, ആയിക്കോട്ടെ ശരി സാർ. എന്തോന്ന് മോളെ കാണിക്കുന്നത്? ഒരാൾ ഫോൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ അമ്മാവൻ നോണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഉള്ള ആരും അങ്ങ് പറയണ്ടേ? ശരി, ആ പയ്യൻ വന്നെന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമാവൂലേ അത്? ആ അദ്ദേഹത്തിന് വിഷമമാണ്. അദ്ദേഹം അവിടെ നിന്ന് വന്ന കൊച്ചിനെ കൊണ്ടുപോകണം, അവിടെ അഹങ്കാരവും തീരണം. മോളെ, നമ്മൾ അങ്ങനെ ആർക്കും പാര വയ്ക്കരുത്. ഒരാളിനെ നമ്മളെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കരുത്. ആണോ? എന്ത് ഉപദ്രവം? വീട്ടിൽ നിന്ന് പഠിക്കാനാന്നും പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് കണ്ണി കണ്ട ചെക്കന്മാരൊക്കെ കറങ്ങാൻ പോകണോ വലിയ കാര്യം? എനിക്ക് അങ്ങനെ ആ കൊച്ചങ്ങനെ കറങ്ങാൻ പോണതായിട്ടൊന്നും തോന്നുന്നില്ല. ആണോ? അമ്മാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ കൊച്ചെല്ലാം ചെയ്യുന്നത്? പറയണ്ട, പക്ഷേ ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങനത്തെ കൊച്ചാണെന്ന്. ആ കൊച്ചിനെ കണ്ടിട്ട് അമ്മാവൻ മനസ്സിലാവുന്നാണ് പറയുന്നത്. എന്നാ പറ, ആ കൊച്ചിന്റെ മനസ്സെന്താ, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ സ്വഭാവം എന്താ? പറ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ പിണങ്ങോ? ആലോചിക്കാനല്ല, പിണങ്ങൂല്ല എന്ന് പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ. ഇല്ല പിണങ്ങില്ല, പറ. എനിക്ക് തോന്നുന്നു ആ കൊച്ച് നല്ല കൊച്ചാണെന്നാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ വന്നതിന് ശേഷം ഇത്ര ദിവസമായില്ല, അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നിൻ്റെ ചെറിയ കാര്യങ്ങൾ ഒഴിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്? അതുമല്ല, ആ കൊച്ച് എൻ്റെ അടുത്ത് എന്ത് ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അറിയാമോ? എന്നെ അത്രയ്ക്ക് നല്ല രീതിയിൽ സ്നേഹിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ഒരു കോടീശ്വരിയാണെന്നുള്ളതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല, അതിൻ്റെ ജാടയുമില്ല. അത്ര പാവം കൊച്ചാണ്. അമ്മാവനെ ഇനി എൻ്റെ അടുത്തൊരു വാക്കും എൻ്റെ അടുത്ത്. യു ആർ എ ചീറ്റ്. മോളെ, നീ പിണങ്ങൂലെന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇല്ലാത്ത കാര്യം പറഞ്ഞട്ടെ, കത്ത് നീ കത്തെഴു. ഞാൻ എഴുതൂല, പട്ടി മറന്നുപോയി. പിടിച്ചു. ഇത് കൊള്ളാല്ല. സത്യം പറയാൻ പറഞ്ഞൊരു സത്യം പറഞ്ഞവൻ പിണങ്ങി പോണാ? എന്തൊരു കഷ്ടം ഇത്. ഉള്ള കാര്യം പറയാനും പാടില്ലേ? എക്സ്ക്യൂസ് മീ കല്യാണി. എടാ കല്യാണി എന്ന് വിളിക്കണ്ടെന്നെ, കല്ലു എന്ന് വിളിച്ചാൽ മതി. ഓക്കെ കല്ലു. തിരക്കിലാണോ? ചെറിയ പരിപാടിയില്ല. എന്ത് പരിപാടിയാ? എൻ്റെ ഒരു ആഡ് സോങ് എഴുതിക്കൊണ്ടിരിക്കുക. കല്ലു എഴുതുവോ? ആഹാ, എടാ എൻ്റെ പ്രൊഫഷൻ തന്നെ ഇതല്ലേ. ആണോ? ഞാനും ഇതുപോലെ ഇടയ്ക്ക് എഴുതാറുണ്ട്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഓ റിയലി? ഗ്രേറ്റ്, താങ്ക് യു. കല്ലിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനൊന്ന് എഴുതിയല്ലേ ഒരു 2 വരി? എടാ അതിനെന്താ പാട്? ശരിക്കും പാടട്ടോ. Love, love, live for love. Live, live, live for love. Love is magic. Love is pain. Pain is horrible. Love is great. Love, love, live for love. എടാ താൻ കൊള്ളാലോ. ശരിക്കും വിചാരിച്ച പോലെ അല്ല. തനിക്ക് എവിടുന്നാ പ്രൈസ് കിട്ടിയതെന്ന്? അതിന്റെ കമ്പനിന്നാ. 1 lakh rupees ക്യാഷ് പ്രൈസ് ആയിരുന്നു. 1 lakh? അതെ. അല്ല ഇതുപോലത്തെ വേറെ ഐറ്റംസ് ഉണ്ട്. കല്ല് ചോദിച്ചാൽ തരാം. ഷോ ഞാൻ ചോദിക്കാടാ, എനിക്ക് ആവശ്യം. അയ്യോ കല്ലു, ഞാൻ അതിനല്ല വന്നത്. തന്റെ അറിവില്ല ഈ ബഗ്ഗേഴ്സ് വല്ലതും ഉണ്ടോ? ബഗ്ഗേഴ്സോ? അതെന്തിനാ? ഞാനൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാ വർഷവും ഈ ദിവസം ഞാൻ ഒരു ബഗ്ഗറിന് നല്ല രീതിയിൽ ട്രീറ്റ് എടുത്തു. ഫുഡും ഡ്രസ്സും ക്യാഷും എല്ലാം കയ്യിൽ കൊടുക്കും. അപ്പോൾ ഇത്തവണ ഇവിടെ ആയത് കാരണം എനിക്ക് ഇവിടെ ആരെയും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആ കല്ലൂന് ആരെങ്കിലുമൊക്കെ അറിയെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യോ? എടാ ആക്ച്വലി എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷെ താൻ ആ റോഡിലേക്ക് ഇറങ്ങി നോക്കി, ചിലപ്പോൾ കാണാൻ വഴിയുണ്ട്. റൈറ്റോ ലെഫ്റ്റോ? താൻ ലെഫ്റ്റ് പിടിച്ച് നോക്കി. ലെഫ്റ്റ്. ഓക്കെ കല്ലു, താങ്ക് യു. ബൈ. ബൈ. അതിന് പ്രശ്നമുണ്ടോ? ഏയ് ഉണ്ടാവില്ല. ഇതൊന്നും അത്ര ശരിയല്ല. എന്ത് ശരിയല്ലെന്ന്? അല്ല നിങ്ങളീ കാണിക്കുന്നതേ. നീ എന്താ ഉദ്ദേശിക്കണേ? ഞാനൊന്നും ഉദ്ദേശിച്ചില്ലേ. നിങ്ങളുടെ ഉദ്ദേശമൊക്കെ നടക്കട്ടെ. ഇതാ ടീന, നീ ചുമ്മാ ചൊറിയാൻ വരാണ്. നിന്റെ പണി നോക്കി പോകാൻ നോക്കി. ചൊറിയാൻ വന്നാ നീ എന്ത് ചെയ്യടി? നിനക്ക് കിട്ടിയതൊന്നും പോരെ. ഇപ്പൊ ഓടി ഉല്ലു. നീ ഇറങ്ങുമല്ലോ, ശരി തരാടി. കിട്ടിയൊന്നും പോരാ. മൂടും കളഞ്ഞ്.
ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നേ? എനിക്ക് കിടന്നുറങ്ങാൻ വീടില്ലാത്തതുകൊണ്ട്. അപ്പൊ ചേട്ടൻ എന്നും ഇവിടെയാണോ കിടന്നുറങ്ങുന്നേ? ഞാൻ എവിടെ കിടന്നുറങ്ങണമെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. പിന്നെ എവിടെ കിടന്നുറങ്ങിയാലും പട്ടി വന്ന് മുള്ളായിരുന്നാൽ മതി. അല്ല ചേട്ടൻ്റെ ജോലി എന്താ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല വെച്ചേ. ജോലിക്ക് ഉള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. അല്ല വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചിട്ട് 2 ദിവസമായി. വൗ സൂപ്പർ. സൂപ്പറോ? അയ്യോ അതല്ല, ഞാൻ ചേട്ടനെ പോലെ ഒരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, അതുകൊണ്ടാ. കുട്ടി വല്ല അധോലോകങ്ങളാണോ? അയ്യോ അല്ല, എന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നിയൊക്കെ അടിച്ചു മാറ്റുന്ന ഒരു പരിപാടി ഉണ്ടേ. അയ്യോ അല്ല, ചേട്ടന് ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കാം. ചേട്ടൻ എൻ്റെ കൂടെ വരുന്നോ? ഞാനെന്തിനാ കുട്ടികളോട് വരുന്നത്? ചേട്ടൻ എൻ്റെ കൂടെ വരുവാണെങ്കിൽ നല്ല ആഹാരവും നല്ല ഡ്രസ്സും 1000 രൂപയും ഈ കയ്യിൽ വെച്ച് തരും. ഈശ്വരാ, ഇപ്പോഴും ഈ കാലത്തും ഇങ്ങനത്തെ കുട്ടികളുണ്ടാ? ചേട്ടൻ വരുന്നെങ്കിൽ വാ. കാലത്തിന്റെ ഒരേ കളികളെ പോവാം. അയ്യോ പതുക്കെ പതുക്കെ. അയ്യോ പതുക്കെ. ഞാൻ വന്നിട്ട് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടാവരുത്. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? എനിക്കിതൊക്കെ ഇഷ്ടാ. ചേട്ടൻ എന്തായാലും വാ, നടക്കും ഇങ്ങോട്ട്. ആ സാർ, ഔട്ട് തന്ന ഉടനെ എനിക്ക് പൈസ അയച്ചു തരാമെന്നല്ലേ പറഞ്ഞ മുഴുവനായിട്ടും? അതെങ്ങനെയാ സാർ പറഞ്ഞാൽ ശരിയാവുക? ആ എൻ്റെ അനിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പൈസ ഇല്ലാണ്ടിരിക്കുക. സാർ ഒന്ന് അയക്കണേ, ഞാനിപ്പോൾ അവൻ്റെ ഇപ്പോൾ ഫോട്ടോ അയച്ചു തരാം. എടാ നീ ചിരിക്കാണ്ടൊന്നും വയ്യാത്ത രീതിയിലൊന്നും നിൽക്കോ, ഒരു ഫോട്ടോ വയ്യാത്ത രീതിയിൽ നിൽക്കണേ. പല്ല് കാണിക്കല്ലേ? അല്ല ഇതെന്തിന് എന്തിന്? എടാ എനിക്കൊരാൾ വർക്ക് ചെയ്ത പൈസ തരാനുണ്ട്, അയാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്റെ ഫോട്ടോയും വർക്കിന്റെ പൈസയും തമ്മിൽ എന്ത് ബന്ധമെന്ന്? അല്ലടാ അനിയന് സുഖമില്ല, അപ്പൊ ആ പേരിലും പറഞ്ഞാ ഞാൻ ആ പുള്ളിക്ക് അയച്ചത്. എന്റെ കമ്മീഷൻ കമ്മീഷന്റെ ഞാൻ അഭിനയിച്ചില്ലേ ഇങ്ങനെ ഒന്നിന്? എടാ എനിക്ക് ചെയ്ത വർക്കിന്റെ പൈസ എടാ ചോദിച്ചാ, അല്ലെങ്കിൽ പുള്ളി തരത്തില്ല സെന്റിൽ വീഴില്ലെങ്കിൽ. ഭയങ്കര ബുദ്ധി തന്നെ, എന്നാലും എനിക്ക് കമ്മീഷൻ വേണം. നീ എവിടെ പോണ മുത്തേ? മനുവിന്റെ വീട് വരെ പോയി. ഇങ്ങനെ തേരാപ്പാര നടക്കുവ അല്ലേ? എടാ പ്രായം ചെറുതല്ലേടാ, എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്തങ്ങ് ജീവിച്ചൂടെ? നല്ല രസമായിരിക്കും മുത്തേ. അച്ഛൻ പണിക്ക് പോണ്, അമ്മ പണിക്ക് പോണ്, അനിയൻ പണിക്ക് പോണ്, പിന്നെ ഞാൻ എന്തിനു പോണം? വീട്ടുകാരുള്ള ഒന്നും പറഞ്ഞില്ല. അത് മാത്രമല്ല, ഈ കേരളത്തിൽ കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അല്ല യൂറോപ്പിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയി കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, സുഖമായിരിക്കും. ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പരിപാടി. എടാ സ്വന്തം നാട്ടിൽ ജോലിയുള്ളപ്പോൾ എന്തിനാടാ അന്യനാട്ടിൽ പോയിട്ട്? ഇവിടെ പോയി കിടന്ന് എന്തോന്ന് വാർക്ക് പണി ചെയ്യാനാ? ദേഹാണ് എനിക്ക് വേർപ്പിൻ്റെ അസുഖം കൊണ്ട് ഒട്ടും ശരിയാവില്ല. ഇങ്ങനത്തെ കുനിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഓർഡർ കൊടുക്കാനാണ് ഇഷ്ടം. അത് ചെയ്യൂ, ഇത് ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാജുലേഷൻ. അല്ല ഇയാളെന്തിവിടെ? ഇയാളെ നിനക്കറിയോ? ഇവിടുത്തെ മെമ്പറാ. നിനക്ക് കുറച്ച് കാര്യം പറയണ്ടാ. പൊന്നു ചേച്ചി, ഇത്ര മണ്ടി ആവല്ലേ. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഉടായ്പയാണ് അയാൾ. പിടിച്ചു പറി മൊത്ത പരിപാടിയും ഉണ്ട്. ഇയാളെ എന്തിനീ കൊച്ചു വിളിച്ചോണ്ട് പോണത്? ആ ഇയാൾ എന്തിനാ വിളിച്ചോണ്ട് പോണെന്ന് എനിക്കെങ്ങനെ അറിയാം? ചേച്ചിക്ക് അറിഞ്ഞൂടെ? ഈശ്വര, അറിയാമോ എന്തിനാ വിളിച്ചോണ്ട് പോണേന്ന്? ഇല്ല. അപ്പൊ അയാൾ നേരെ അറിയുമ്പോ പഠിച്ചോളൂ. ദൈവമേ, ഇവൾക്ക് ഭ്രാന്തായ? അല്ലേലേ മൊത്തം പുലിവാലാണ്, ഓരോരുത്തരെ കൊണ്ട് കേറ്റിക്കോളും. വാ ചേട്ടാ, ഇത് ഇവിടെ ഇരുന്നോ? ആ ശരി. ഞാനിപ്പോ വരാം. ആയിക്കോട്ടെ. ആര്? ഞാൻ ബാലൻ. ബാലനാ? ഏത് ബാലൻ? വെറും ബാലൻ. വെറും ബാലൻ എന്തിനാ ഇവിടെ വന്നിരിക്കണേ? അതൊന്നും എനിക്കറിയത്തില്ല. കൊച്ചു വരാൻ പറഞ്ഞ് ഞാനിവിടെ വന്നിരുന്നു. കൊച്ചാ? ഏത് കൊച്ച്? ഇപ്പം അങ്ങോട്ട് കയറിപ്പോയത് കണ്ടില്ലേ? മോളെ, ഇതാരും മോളെ ഇത്? എനിക്കറിയില്ല, പിങ്കി വിളിച്ചോണ്ട് വന്നത് കണ്ടു. പിങ്കി മോളാ? പിങ്കി മോളെ എന്തിനാ ഇയാളെ വീട്ടിനകത്ത് വിളിച്ചോണ്ടെന്നാ? അതിപ്പോ അവൾക്കെല്ലാം അറിയുള്ളൂ. അമ്മ നീ വന്നേ, ഇങ്ങ് വന്നേ.
അമ്മാവ ഇയാൾ ആരെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ സഹം പറഞ്ഞ അനുസരിച്ച് ഇയാൾ നല്ല ഊടായ്പുള്ളൊരു മനുഷ്യനാണ്. സഹന അതാര്? നമ്മുടെ അപ്പുറത്തുള്ള പയ്യനില്ലേ, ആ ചെറിയ ചെറുക്കൻ. അയ്യോ, അങ്ങനെയുള്ള ഒരുത്തൻ എന്തിനു പെങ്കിമോള് വീട്ടിനകത്ത് വിളിച്ച് കയറ്റിയത്? അതമ്മാണ് അവളുടെ അടുത്ത് പോയി ചോദിക്കണം. ചേട്ടാ ഓ വാ, നമുക്ക് ഈ ഡൈനിങ്ങിലോട്ട് ഇരിക്കാം. ശരി മോളെ. ദേ ഇവിടെ ഇട്ടണം. ആ, വളരെ ഉപകാരം. അതൊക്കെ മനക്കണ്ട ഒരു കള്ള ലക്ഷണം. ചോദിക്കും. അതെ പെങ്കിമോളെ, അങ്കിളെ. മോൾ എന്തിനാ ഇയാളെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നത്? അയ്യോ അങ്കിളെ, അത് പറയാൻ മറന്നുപോയി. എനിക്ക് ഈ ചാരിറ്റി വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വർഷത്തിൽ ഞാൻ ഒരു ദിവസം ഇതുപോലെയുള്ള ഈ റോഡരികിൽ ഫുഡൊന്നും വാങ്ങാൻ കഴിയാത്തതുണ്ടല്ലോ, അവരെ വിളിച്ചോണ്ട് വന്ന് ഒരു ദിവസം ഫുഡ് അങ്ങ് കൊടുക്കും. എന്തിനി? ഇറ്റ്സ് ലൈക്ക് എ മെഡിറ്റേഷൻ. നമ്മളെ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഗുഡ് ഫീൽ കിട്ടില്ലേ, അതുപോലെ ചാരിറ്റി ചെയ്യുമ്പോൾ എനിക്കൊരു സുഖം. അത്രേ ഉള്ളൂ. മോള് പറയണതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിളിച്ചോണ്ടിരുന്നവായി എത്രത്തക്കാരനാണെന്ന് മോൾക്ക് അറിയാമോ? അയ്യോ, അയാളൊരു പാവാ. അയാളുടെ പേര് ബാലനോ. എനിക്ക് വീടൊന്നുമില്ല അങ്കിളെ. എൻ്റെ പൊന്നു മോളെ, ഞാൻ അങ്ങനെയല്ല അറിഞ്ഞത്. ഇയാളൊരു പ്രശ്നക്കാരനായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അത് ഈ നാട്ടുകാർ പറയുന്നല്ലേ, നമുക്കൊരാളെ കാണുമ്പോൾ അറിയില്ലേ അയാൾ എങ്ങനെയുള്ളവരാന്ന്. അയാൾ പാവം. ഇതൊക്കെ ഉള്ള അങ്കിളെ, എനിക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. മോള് വിളമ്പുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ചിക്കൻ ബിരിയാണിയൊക്കെ കാണുമെന്ന്. ആ സാരമല്ല, ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ, ഇത് കഴിക്കുന്നതിനിപ്പേ ബാലൻ ചേട്ടൻ ഒരു ശകലം മരുന്ന് കഴിക്കണമായിരുന്നു. അതിനെന്താ, കഴിച്ചോ? കഴിച്ചോട്ടെ. മോള് പോയി ഒരു ഗ്ലാസും ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. ഗ്ലാസും വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കാനാണ്. ഗ്ലാസും എന്താ ചേട്ടാ? കോപ്പയല്ല, ഗ്ലാസ്. എന്നാ പിന്നെ ഇത് ആ, അത് ന്യായം. എന്തോരാ കാണിക്കണത്? ആദ്യമായിട്ടൊരു വീട്ടിൽ കയറി ഇതിന് കള്ളു കുടിക്കണ നാണമല്ലടാ നിനക്ക്? ഞാൻ എന്തിനു കാണിക്കണം? ഞാൻ ഈ കൊച്ചിന്റെ ഗസ്റ്റായിട്ട് വന്നതാ, അല്ലാതെ വലിയ വന്നതൊന്നും അല്ല. പിങ്കിമോളെ, ഇവനെ പറഞ്ഞോളൂ, ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇവൻ ശരിയല്ലാന്ന്. പിന്നെ നീയാണോ ശരി? നീയാണോ ശരി? എന്തോന്നറിയാ ഇവൻ പറയുന്നത്? വഴി കിടന്ന് ഉറങ്ങി എന്നെ വിളിച്ചോണ്ട് വരുത്തിയിട്ട് അവമാനിക്കുന്ന. ചേട്ടാ, ചേട്ടാ പൊക്കോ, പൊക്കോ. ഞാൻ പോണില്ല. മോൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ മോൾ എന്നെ ഇവിടെ വിളിച്ചോണ്ട് വരുത്തിയത്. അതുകൊണ്ട് മോൾ നമ്മുടെ ബന്ധത്തിന് ആര് തടസ്സം നിന്നാലും അവനെ ഞാൻ കൊന്നിരിക്കും. മോള് വിഷമിക്കണ്ട, മോളെ കൂടെ ഈ ബാലൻ ചേട്ടനുണ്ട്. മോളെ, ഇവൻ എന്തോന്ന് പറയണത്? ഇവനെ പറഞ്ഞാ ചേട്ടാ പൊക്കോ. ഇതാ ഇറങ്ങിപ്പോടാ. എന്റെ മേത്തങ്ങനെ തൊട്ടാ നിന്നെ ഞാൻ കൊന്നിരിക്കും. ഞാൻ നേരം കൊല്ലും കൊല്ലണത് ആരെ കൊല്ലണം? ഇറങ്ങിപ്പോടാ വെളിയിൽ. മതി മതി, കൂടുതൽ ഷോഫ് ഒന്നും ഇവിടെ വേണ്ട. അമ്മാവനെ തൊടുന്ന കൊല്ലും ഞാൻ. പിന്നെ നീ കാണും. മര്യാദക്ക് ഇറങ്ങിപ്പോ, എന്റെ പിള്ളേരെ കയ്യിൽ നിന്ന് അടികൊണ്ട് ചാവാതെ. നീ നിന്റെ പിള്ളേരെ വിളിയടാ. നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ പേടിപ്പിക്കാൻ ഇയാൾ ആര്? ഇയാളായിരുന്നാ ഇവിടെ ചോദിക്കേ. ആ, അവളോടുള്ള ചോദ്യമൊക്കെ ഞാൻ പിന്നെ ചോദിച്ചോളാം. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ കണിയാക്കും. ഇറങ്ങി പോടാ. എന്താണ് കണിയാക്കായി? ഇവിടെ എന്തിനടാ അടികൊണ്ട് ചാവണം? ഇറങ്ങിപ്പോ. പോ, മര്യാദക്ക് പിള്ളേര് പറഞ്ഞു ഇറങ്ങിപ്പോ. ചാവുന്നാരാണെന്ന് പെണ്ണ് കാണാം. കാണാമെന്ന്. ആവട്ടെ, കണ്ടിട്ടേ പോണോള്. ആരാ? ഭയങ്കര അലമ്പ്. ഇയാളൊന്ന് പുറത്താക്കണം, ഒന്ന് കൈവച്ച്. അത്രേ ഉള്ളൂ. ഇറങ്ങ. ഇല്ല, ഊരല്ല. ഇറങ്ങടോ. ഇങ്ങോട്ട് പോകണം. അടിച്ചാ ചത്തു. തന്നെ ഈ പരിസരത്തുണ്ടോ
പോരുത്. നിന്നെ എടുത്തോളാം. ഒന്ന് പോടോ. ആ പോവും. വാ. ആരുടെ ഇത്? ഹ്. നമ്മുടെ പിങ്കി മോളില്ലേ, ഒരു ചാരിറ്റി ചെയ്തതാ. അങ്ങനെ എൻ്റെ പൊന്നു മോളെ, നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നടി ഇതുപോലത്തെ സാധനത്തിന്? ഞാൻ ഒരു കാര്യം പറയാം, ഇനി മേല ഇതുപോലത്തെ ഒരു ഒറ്റ എണ്ണത്തിനെ വീട്ടിനകത്ത് വിളിച്ച് കയറ്റരുത്. സോറി അങ്കിള്. അമ്മാവന്റെ പിങ്കി മോള് കാരണേ അമ്മാവന് ഇതുവരെയായിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ വന്നില്ലേ കാണാറുന്ന് മുട്ടുകാലും ഇറക്കണത്. മാടി കയറി